ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറച്ച് നാളായില്ലേ നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഒരു നൈറ്റ് റൂട്ടീനൊക്കെ ചെയ്യാമെന്ന്. ആക്ച്വലി എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഒട്ടും വയ്യായിരുന്നു. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാതെ. എൻ്റെ ഫേസൊക്കെ തന്നെ ഭയങ്കര ഒരുമാതിരി ഇരിക്കുകയാണ്. ഫേസും തലയൊക്കെ എനിക്കങ്ങ് ഒരുമാതിരി വയ്യാത്ത പോലെ ആയിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഫ്രഷായിട്ടൊരു ഫേസ് പാക്കും കാര്യങ്ങളൊക്കെ ഇടാമെന്നു. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിൽ കുറേ നാളായിട്ട് ഞാൻ മേടിച്ചിട്ട് യൂസ് ചെയ്യാതെ വെച്ചിരുന്നൊരു മുൾത്താനി മിട്ടി ഉണ്ട്. ഏത് കമ്പനിയുടെ ആണെന്നൊന്നും എനിക്കറിയില്ല. ഇത് ആക്ച്വലി അമ്മ മൂന്നാറിൽ പോയപ്പോഴത്തേനും, മൂന്നാറാണോ വയനാടാണോ എവിടെയോ പോയപ്പോഴത്തേനും അവിടെ നിന്ന് മേടിച്ചിട്ട് വന്നതാണ്. ഞാൻ ഓൾറെഡി മിക്സ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയൊന്നും എൻ്റെ ഫേസിന് വേണ്ട, ബാക്കി അമ്മയ്ക്കും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ എൻ്റെ അടുത്ത് കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, +2 കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, എന്താണ് ഇപ്പോൾ പഠിക്കുന്നത്, നീറ്റ് ഡ്രോപ്പ് ചെയ്തിട്ടില്ലേ, എന്തൊക്കെയാണ് ഇനി പ്ലാൻസ്, ഇപ്പം എന്തെങ്കിലും ഓൺലൈനായിട്ട് പഠിക്കുന്നുണ്ടോ, കാര്യങ്ങളൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പേരൊക്കെ. അപ്പോൾ അവരോടൊക്കെയായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഞാനിപ്പോൾ ഒന്നും പഠിക്കുന്നില്ല എന്ന് വെച്ച് ഞാനിനി ജീവിതത്തിൽ ഒരിക്കലും പഠിക്കത്തില്ല എന്നല്ല. എൻ്റെ ജീവിതത്തിൽ എനിക്കിനി +2 ക്വാളിഫിക്കേഷൻ മാത്രമേ ഉണ്ടായിരിക്കൂ എന്ന് അല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ കറൻ്റ്ലി ഞാനൊന്നും പഠിക്കുന്നില്ല, അപ്പം ഞാൻ എന്ത് ചെയ്യുക, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. എന്നെ പേഴ്സണലായിട്ട് അറിയാവുന്നവർക്കൊക്കെ അറിയാം ഞാൻ എന്ത് ചെയ്യാണ് എന്നൊക്കെ. എന്നെ പേഴ്സണലായിട്ട് അറിയാവുന്നവർക്കൊക്കെ അറിയാം. ബട്ട് എൻ്റെ ഫ്രണ്ട്സിനും കാര്യങ്ങൾക്ക് ആർക്കും ഒന്നും അറിയില്ല. അവരുടെ അടുത്തൊന്നും ഞാനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 1-2 പേർക്ക് ഒഴിച്ച് 1-2 പേർക്കൊക്കെ അറിയാം, ബാക്കി ആൾക്കാർക്കൊന്നും അറിയില്ല. സോ ഞാനത് റിവീൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ആക്ച്വലി ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യുവാണിപ്പം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഓ ഇനി അങ്ങനെ ആയിരിക്കും കാര്യങ്ങൾ, ഇനി ഷോപ്പിലൊക്കെ നിന്നിട്ട് എന്താകാനാ, അതോടെ ജീവിതം പോയി എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ഇപ്പോൾ വിചാരിക്കുന്നില്ല. എനിക്ക് പോകേണ്ട വഴി വരുമ്പോൾ ഞാൻ അതിലേ പോകും. അത് എനിക്ക് എന്നെപ്പറ്റി ഓരോന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന എല്ലാവരോടും കൂടി ചേർത്ത് പറയാനുള്ളൊരു കാര്യമാണ്. എന്നെക്കുറിച്ച് ആരും ടെൻഷൻ അടിച്ച് തല പുകച്ച് സ്ട്രെസ്സ് കയറ്റി ഹോസ്പിറ്റലിൽ പോയി ട്രിപ്പിട്ട് ICUലൊന്നും ആയി കിടക്കേണ്ട ആവശ്യം വരണ്ട. അങ്ങനൊന്നും ആരും ചെയ്യണ്ട.